ഹലോ ഗായ്സ്, വ്യാഴാഴ്ചയാണ്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഞാൻ നേരത്തെ അല്ലെങ്കിൽ ഞാൻ നേരത്തേക്ക് എണീക്കും. എണീച്ച ശേഷം ഞാൻ മുറ്റമൊക്കെ തൂത്തുവാരി അവയൊക്കെ അടിച്ചൊക്കെ തുടച്ച് വൃത്തിയാക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വിളക്ക് കൊളുത്തി. എന്നിട്ട് നമ്മൾ വിഷ്ണു അമ്പലത്തേക്ക് പോയിട്ടുണ്ട്. വിഷ്ണു അമ്പലത്തിൽ പോയ ശേഷം ഞാൻ അവിടെ നെയ്വിളക്കും തുളസി മലക്കൊക്കെ കൊടുത്തു. വീടെത്തി ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് രാവിലെ ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ ഭക്ഷണം എന്താ വെച്ചാൽ ഗോതമ്പ് റവയാണ് കേട്ടോ. ഗോതമ്പ് റവ പറഞ്ഞാൽ ശമ്പ റവയാണ് കേട്ടോ. ഞാനിത് അതിലിട്ടിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ് ഒക്കെ ഉണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് പൊടിപ്പൊടിയായിട്ട് ആകട്ടെ. ഇത് നല്ല കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. വേഗം പച്ചക്കറിയൊക്കെ മുട്ടക്കോസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ്, ഉള്ളിയൊക്കെ നന്നായി ക്രഷ് ചെയ്തെടുത്ത് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് പൊടിപ്പൊടിയാക്കിയാൽ നമുക്കൊന്നും കളയേണ്ട ആവശ്യമില്ല, പെറുക്കില്ല. അതിൻ്റെ കൂടെ കരിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നന്നായി വന്ന് ചോക്കയൊന്നും വറക്കണ്ട, ഒന്ന് വാടിയെടുത്താൽ മതി, എന്നാലേ നന്നായിട്ടുണ്ടാവുള്ളൂ. അതിന് ശേഷം കുറച്ച് ഉപ്പുമാവിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവിന് സെറ്റായിട്ട് നമുക്ക് ഉപ്പുമാവിന് ഒരു കൂട്ട് വേണ്ട, അതിന് കൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് 2 പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായി കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് ശേഷം ഇത്തിരി ഉപ്പിട്ട് അടച്ച് വെച്ചു. ഉപ്പുമാവിൻ്റെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ 1/2 പാക്കറ്റ് ഇതാണ് സംഭാ റവ, തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഏട്ടൻ കൊടുത്തതാണ്. നന്നായിട്ടുണ്ടാവും. അത് നന്നായി ഇനി മാങ്ങാലോ വന്നിട്ട് ഞാൻ അന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല മണമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ അതിന് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ച ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഉപ്പുമാവ് എടുക്കാം. അതിൻ്റെ മണം കേട്ടിട്ട് ഞാൻ വെറുതെ മണത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ എടുക്കാം. ഉപ്പുമാവ് എടുത്തു. 2 കഷ്ണം പഴം എടുക്കാം കേട്ടോ. പഴം വേവിച്ച പഴം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ചട്നി അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചട്നിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കഴിക്കാം. അപ്പോഴേക്ക് ഏട്ടന് കഴിക്കാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ ഇത് കഴിക്കാം കേട്ടോ. എന്നാലും എനിക്ക് ആ വിശപ്പ്, അതിൻ്റെ മണം കേട്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കാൻ കൊടുത്ത ശേഷം ഞാനിത് കഴിച്ചിട്ട് പിന്നെ ഒരു 11 മണിയായപ്പോഴേക്ക് ചീരക്കാരൻ വന്നു. ചീര വ്യാഴാഴ്ച തിങ്കളാഴ്ചയും കൊണ്ടുവരും. ഞാൻ ചീര ഇന്ന് വാങ്ങിയില്ല, കരിവേപ്പില മല്ലി മാത്രം വാങ്ങിയിട്ടുള്ളൂ. ചീര എപ്പോഴും 2 നേരം, ഒരാഴ്ചക്ക് 2 പ്രാവശ്യമെങ്കിലും കഴിക്കും കേട്ടോ. കരിവേപ്പില മല്ലിയൊക്കെ വാങ്ങി അതൊക്കെ ഒന്ന് ഊരിയെടുത്ത് കഴുകി ഒന്ന് വെള്ളം വടിഞ്ഞ ശേഷം നമ്മൾ ഡപ്പയിലാക്കിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ 11 ആയി. ഞാനിത് കരിവേപ്പില മല്ലിയൊക്കെ കഴുകിയൊക്കെ ഡപ്പയിലാക്കിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാലും 1 ഗ്ലാസ് പഴം തെറ്റിപ്പോണു കൂടെ കഴിച്ചിട്ടുണ്ട്. 11 മണിയായപ്പോഴേക്കും നല്ല ചൂടല്ലേ, വെയിലല്ലേ. അപ്പോൾ ചോറ് ഇന്ന് വെക്കേണ്ട ആവശ്യമില്ല. ചോറിന് ഇന്നലത്തെ ചോറുണ്ട്, അതിന് ബാക്കി